അപ്പോൾ എങ്ങനെയാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു 400 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക നന്നായി കഴുകി എടുത്തിട്ട് വരാം. നെല്ലിക്ക നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. നെല്ലിക്ക പുഴുങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ചോറ് വാർക്കുന്ന പാത്രമല്ലേ, അതിൻ്റെ മുകളിലാണ് ഞാൻ നെല്ലിക്ക വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. നെല്ലിക്ക നമ്മൾ പുഴുങ്ങാനായി വെച്ചു. ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റോളം വെള്ളം തിളപ്പിച്ച് നമുക്ക് നെല്ലിക്ക നന്നായി പുഴുങ്ങിയെടുക്കാം. നെല്ലിക്ക പാകമായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് എരിവ് കുറവുള്ളതാണെങ്കിൽ ഒരു 6 മുതൽ 7 വരെയൊക്കെ എടുക്കാം. പിന്നെ ഒരു കതിർപ്പ് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് കഴുകി നുറുക്കിയെടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ കാണുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു 10ഓളം വെളുത്തുള്ളി 4 കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ആ നെല്ലിക്കയുടെ കൂടെ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം നമ്മൾ നെല്ലിക്ക പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫാക്കാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് നെല്ലിക്ക പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെല്ലിക്ക പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കത്തിയൊന്നും വേണ്ട. ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. നമ്മുടെ നെല്ലിക്കയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്ന് നമുക്കിനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 3 വറ്റൽമുളക് ചെറുതായി പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. മൂത്ത് വരുന്നതോടുകൂടി നമുക്കിതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി മുരിഞ്ഞ് വന്നില്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടാവും. അതുകൊണ്ട് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 10 വെളുത്തുള്ളി ഇതും കൂടെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മുരിയണ്ട. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടുപ്പ് വളരെ ചെറിയ തീയിലിട്ട് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിരുന്നു. പക്ഷേ എണ്ണ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറിന് ഒരുപാട് നല്ല കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുളക് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മുളക് നന്നായി മൊരിഞ്ഞ് പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ ചേർത്ത് കൊടുത്ത വെള്ളം നമ്മൾ നെല്ലിക്ക പുഴുങ്ങിയെടുത്തില്ലേ, ആ വെള്ളം തന്നെയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി അച്ചാറിൻ്റെ ചാറ് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ കയ്പ്പ് വരും. കായപ്പൊടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കി ഉപ്പ് പാകത്തിനുണ്ട്. ഇതിലോട്ട് നെല്ലിക്ക ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇതിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് നെല്ലിക്ക. ക്യാമറയിൽ ആ കളർ അത്രയ്ക്ക് അങ്ങ് കിട്ടുന്നില്ല, പക്ഷെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അച്ചാർ. പിന്നെ നിങ്ങളാരും എൻ്റെ വീഡിയോയെ ലൈക്ക് കൊണ്ടും ഷെയർ കൊണ്ടും സബ്സ്ക്രൈബ് കൊണ്ടും ബുദ്ധിമുട്ടിക്കില്ല എന്നറിയാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അമ്മയെ ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, അച്ഛന് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ, രണ്ടുപേരെയും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെയുണ്ട്? നമ്മുടെ അച്ചാർ സെറ്റായി വന്നിട്ടുണ്ട്.
2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആ നെല്ലിക്കയിൽ മുളകും ഉപ്പെല്ലാം പിടിച്ച് വരണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം.